ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ സപ്തവിംശതിതമോധ്യായഃ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഗോവർദ്ധന ഉദ്ധാരണം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ 7 ദിവസം ഗോവർദ്ധനത്തെ ഉയർത്തി ഗോകുലത്തെ മഴയിൽ നിന്ന് രക്ഷിച്ചത് കണ്ട് ഇന്ദ്രൻ മഴ മേഘങ്ങളെ പിൻവലിച്ചു. ഇന്ദ്രന് ആശ്ചര്യവും ഭയവും ഉണ്ടായി. ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്തു കയറി കാമധേനുവുമായി ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം ഐരാവതത്തിൻ്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന ഗംഗാജലം കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. കാമധേനു തൻ്റെ പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു. എല്ലാവരും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ച് ഭഗവാനെ സ്തുതിക്കുന്നു. ദേവന്മാർ ദേവലോകത്തു നിന്നും കൽപ്പക വൃക്ഷത്തിൻ്റെ പൂക്കൾ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. പശുക്കൾ പാലുകൊണ്ട് ഭൂമിയെ അഭിഷേകം ചെയ്തു. 3 ലോകത്തിലുള്ള സർവചരാചരങ്ങളും പരമാനന്ദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ 27ാമത്തെ അധ്യായത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാച ഗോവർദ്ധനേ ധൃതേ ശൈല ആസാരാദ്രക്ഷിതേ വ്രജേ ഗോകുലാതാവ്രജത് കൃഷ്ണം സുരഭിശക്രയേവ ച. ഗോവർദ്ധനം എന്നു പേരുള്ള ശൈലേ പർവ്വതം ധൃതേ കയ്യിൽ പിടിച്ച് ധരിക്കപ്പെടുകയും വ്രജേ ഗോകുലം ആസാര വർഷത്തിൽ നിന്ന് മഴയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ ശക്രഹ ഇന്ദ്രനും സുരഭിഹി ഏവ കാമധേനുവും ഗോലോക ദേവലോകത്തിൽ നിന്ന് കൃഷ്ണനെ ആവ്രജ പ്രാപിച്ചു. അപ്പൊ കൃഷ്ണൻ 7 ദിവസം ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് ആ വ്രജത്തെ രക്ഷിച്ചത് കണ്ട് ആശ്ചര്യം തോന്നിയ ഇന്ദ്രൻ കാമധേനുവും ഒന്നിച്ച് ദേവലോകത്ത് നിന്ന് കൃഷ്ണനെ കാണാൻ എത്തുന്നു. ഗോവർദ്ധനേ ധൃതേ ശൈലേ ആസാരാദ്രക്ഷിതേ വ്രജേ ഗോകുലാതാവ്രജത് കൃഷ്ണം സുരഭിശക്രയേവ ച. ശ്ലോകം 2. വിവിക്ത ഉപസംഗമ്യ വ്രീഡിതഹൃതഹേളനഃ പസ്പർശപാദയോർയേനം കിരീടേന അർക്കവർച്ചസ. വിവിക്ത ഉപസംഗമ്യ വ്രീഡിതഹൃതഹേളനഃ പസ്പർശ പാദയോഹ ഏനം കിരീടേന അർക്കവർച്ചസ. ഹൃദഹേളനവ ചെയ്യപ്പെട്ട അപരാധത്തോടു കൂടിയവനായി. അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണെന്ന്. അങ്ങനെ വ്രീഡിത ലജ്ജിതനായി വിവിക്തേ ഏകാന്തത്തിൽ ഉപസംഗമ്യ സമീപിച്ച് അർക്കവർച്ചസ സൂര്യകാന്തിയുള്ള കിരീടേന കിരീടത്താൽ ഏനം ഇവനെ പാദയോഹോ പാദങ്ങളിൽ സ്പർശിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രൻ വന്ന് ഭഗവാന്റെ പാദപങ്കജം നമസ്കരിച്ചു. അപ്പോൾ ആ ഇന്ദ്രന്റെ ആ കിരീടം ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ചു. വിവിക്ത ഉപസംഗമ്യ വ്രീഡിതഹൃതഹേളനഃ പസ്പർശപാദയോരേനം കിരീടേനാർക്കവർച്ചസ. ശ്ലോകം 3. ദൃഷ്ടശ്രുതാനുഭാവോസ്യ കൃഷ്ണസ്യാമിത തേജസഃ നഷ്ടത്രിലോകേശ മദ ഇന്ദ്ര ആഹ കൃതാഞ്ജലിഃ. ദൃഷ്ടശ്രുത അനുഭാവഃ അസ്യ കൃഷ്ണസ്യ അമിത തേജസഃ നഷ്ടത്രിലോകേശ മദ ഇന്ദ്രഃ ആഹ കൃതാഞ്ജലിഃ. അമിത തേജസഃ അതിപരാക്രമമുള്ള അസ്യ കൃഷ്ണസ്യ ഈ കൃഷ്ണന്റെ ദൃഷ്ടശ്രുതാനുഭാവ
ദൃഷ്ട കാണപ്പെട്ടും ശ്രുത കേൾക്കപ്പെട്ടുമിരിക്കുന്ന അനുഭാവക മാഹാത്മ്യത്തോടു കൂടിയവനും നഷ്ടത്രിലോകേശമത നശിച്ച അഹങ്കാരത്തോടു കൂടിയവനുമായ 3 ലോകത്തിൻ്റെ അധിപതിയായ ഇന്ദ്രൻ കൃതാഞ്ജലി ചെയ്യപ്പെട്ട കൃതാഞ്ജലി എന്നുവെച്ചാൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ്റെ മാഹാത്മ്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ് ഇന്ദ്രൻ എന്ത് ചെയ്തു? ഞാൻ 3 ലോകങ്ങൾക്കും ഈശ്വരനാണ് എന്നുള്ള മതം തീരെ ഉപേക്ഷിച്ച് ഭഗവാന്റെ കാൽ വണങ്ങി കാൽ നമസ്കരിച്ചിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ദൃഷ്ടശ്രുതാനുഭാവോസ്യ കൃഷ്ണസ്യാമിത തേജസ നഷ്ടത്രിലോകേശമത ഇന്ദ്ര ആഹകൃതാഞ്ജലി. ഇനി ഇന്ദ്രന്റെ സ്തുതിയാണ് 4 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ. ഇന്ദ്ര ഉവാച വിശുദ്ധസത്വം തവധാമ ശാന്തം തപോമയം തുസ്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ തേ അഗ്രഹണാനുബന്ധഃ. വിശുദ്ധസത്വം തവധാമം ധാമ ശാന്തം തവധാമഹ. അങ്ങയുടെ സ്വരൂപം ഇന്ദ്രൻ പറയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ സ്വരൂപം ത്വസ്തരജ തമസ്കം നശിക്കപ്പെട്ട രജസോടും തമസോടും കൂടിയതാണ്. അതായത് ഭഗവാൻ സത്വമൂർത്തിയാണ്, അപ്പം രജസും തമസും ഇല്ല. തപോമയം ജ്ഞാനപ്രചുരമാണ്. ഭഗവാൻ സർവജ്ഞനാണ്, ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ്. വിശുദ്ധ സത്വമായി, അതായത് സത്വഗുണം. ഭട്ടതിരിപ്പാട് നാരായണത്തിൽ പറയില്ല, സത്വം യത്തത്പരാഭ്യാം അവരികലനതോ നിർമ്മലം തേനതാവത്. സത്വഗുണം മറ്റതിനോടൊന്നും കലർപ്പില്ലാത്ത ശുദ്ധമായ സത്വഗുണം. അതാണ് വിശുദ്ധ സത്വം. ശാന്തമായും ഭവിക്കുന്നു. അപ്പോൾ ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളനം കൊണ്ടാണ് സംസാരമുണ്ടാകുന്നത്. ഭഗവാനാണെങ്കിലോ ജ്ഞാനസ്വരൂപനാണ്, സത്വഗുണപ്രധാനമാണ്. സത്വഗുണത്തിൽ നിന്നാണ് ജ്ഞാനമുണ്ടാകുന്നത്. അപ്പോൾ ശുദ്ധ സത്വസ്വരൂപമായതുകൊണ്ട്, ജ്ഞാനമായതുകൊണ്ട് ഇരുട്ടും പ്രകാശവും ഒരു ദിക്കിലും ഒരുമിച്ചിരിക്കില്ല. പ്രകാശം വരുമ്പോൾ ഇരുട്ടും തമോ ഗുണമൊന്നും കാണൂല. അതുപോലെ ഭഗവാൻ ശുദ്ധ സത്വസ്വരൂപമായതുകൊണ്ട് രജസും തമസും ഒന്നുമില്ല. അയം മായാമയ, ഈ പ്രാകൃതമായും അഗ്രഹണാനുബന്ധ അജ്ഞാനഹേതുവായും ഇരിക്കുന്ന ഗുണസംസാരം നിന്തിരുപടിക്കുന്ന വിദ്യതയില്ല. അപ്പോൾ അങ്ങക്ക് സംസാര ഗുണം ഒന്നുമില്ല. അതായത് ശുദ്ധ സത്വഗുണമാണ്, തമോ ഗുണവും രജോ ഗുണവും ഒന്നും ഇല്ല. അപ്പോൾ സംസാര ഹേതുക്കളായ ഗുണങ്ങളൊന്നും അങ്ങക്കില്ല. അങ്ങ് ജ്ഞാനസ്വരൂപനാണ്, ശുദ്ധ സത്വസ്വരൂപനാണ്. വിശുദ്ധ സത്വം തവധാമ ശാന്തം തപോമയം തുസ്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ തേ അഗ്രഹണാനുബന്ധ. ശ്ലോകം 5. കുതോനു തത്ഹേതവ ഈശ തത്കൃത ലോഭാദയോ യേ ബുദ്ധലിംഗഭാവാഃ തഥാപി ദണ്ഡം ഭഗവാൻ ബിഭർത്തി ധർമ്മസ്യ ഗുപ്തൈ ഖലനിഗ്രഹായ. കുതഃ നു തത്ഹേതവഃ ഈശ തത്കൃത. ബാക്കി എല്ലാം ഒരു കുഴപ്പമില്ലല്ലോ. ലോഭ ആദയോ യേ അബുദ്ധലിംഗഭാവാഃ തഥാ അപി. ഈശ, ഹേ ഈശ്വര, തത്കൃത, അതിനാൽ ഉണ്ടാക്കപ്പെട്ടതും, ശുദ്ധമായ സത്വ ഗുണം കൊണ്ടുണ്ടാക്കപ്പെട്ടതും, തത്ഹേതവ, അതിൻ്റെ ഹേതുക്കളും, അബുദ്ധലിംഗഭാവ, അറിവില്ലായ്മയുടെ ലക്ഷണമായി ഭവിക്കുന്നവയുമായ ഏ ലോഭാദയ, ലോഭം അറിവില്ലായ്മയുടെ ലക്ഷണം. അതാണ് രാഗലോഭം തുടങ്ങിയവ. കാമക്രോധ മോഹ ലോഭ മതമാത്സര്യങ്ങൾ ഇതൊന്നും ഇല്ലാത്ത
കുതനു എങ്ങനെ ഉണ്ടാകും? ശുദ്ധ സത്വസ്വരൂപനല്ലേ. പിന്നെ ഈ കാമക്രോധാദി മോഹങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകും? തഥാപി എങ്കിലും ഭഗവാൻ ധർമ്മത്തിൻ്റെ ഗുപ്തേ രക്ഷയ്ക്കായിക്കൊണ്ട് ഖലനിഗ്രഹായ ദുഷ്ടന്മാരെ ശാസിക്കുന്നതിനും ദണ്ഡത്തെ വിഭർത്തി ധരിക്കുന്നു. അപ്പം അങ്ങ് ഇവിടെ എന്തിനാണ് അവതാരമെടുക്കുന്നത്? ദുഷ്ടന്മാരെ ഇല്ലാതാക്കുന്നതിനാണ്. അപ്പൊ സംസാരത്തിൻ്റെ ആണിവേരുകളായ കാമക്രോധ ലോപമോഹമൊക്കെ ദേഹാത്മബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഉണ്ടാകൂ. നിത്യശുദ്ധ ബുദ്ധസ്വരൂപനായ ഭഗവാൻ ആ ഭാവങ്ങൾ ഒട്ടുമില്ല. എങ്കിലും പിന്നെ ഭഗവാൻ എന്തിനാണ് ഇവിടെ മനുഷ്യ ശരീരം എടുത്തിരിക്കുന്നത്? അത് ദുഷ്ടരെ ഇല്ലാതാക്കുന്നതിനാണ്, അവരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിനാണ്. കുതോനു തദ്ഹേതവ ഈശ തത്കൃത ലോപാദയോ യേ അബുദ്ധലിംഗഭാവ തഥാപി ദണ്ഡം ഭഗവാൻ വിഭർത്തി ധർമ്മസ്യ ഗുപ്തേ കലനിഗ്രഹായ. ശ്ലോകം 6. പിതാ ഗുരുസ്തം ജഗദാമധീശോ ദുരത്യയാ കാല ഉപാത്തദണ്ഡ ഹിതായ സേചാ തനുഭി സമീഹസേ മാനം വിധുന്നൻ ജഗദീശമാനിനാം. പിതാ ഗുരുസ്തം, അങ്ങ് ആരാണ്? പിതാവാണ്. ജഗതാം, ജഗത്തുകൾക്ക് പിതാവായും ഗുരുവായും ഉപദേഷ്ടാവായും അധീശനുമായിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ഈശ്വരനുമായിരിക്കുന്ന, ദുരത്യയ ആരാലും ആക്രമിക്കപ്പെടാൻ കഴിയാത്ത കാലസ്വരൂപനായും ഉപാത്തദണ്ഡ ദണ്ഡം ധരിച്ച് ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കാനുള്ള ദണ്ഡം ധരിച്ച് ഹിതത്തിന് ലോകഹിതത്തിനായിക്കൊണ്ട് സേചാ തനുഭിഹി തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ശരീരം കൈക്കൊണ്ട് സമീഹസേ ഇവിടെ ലീലകൾ അനുഷ്ഠിക്കുന്നു, ചേഷ്ടിക്കുന്നു. മാനം വിദുസ്തസ്ത ജഗദീശമാനിനാം, താൻ തന്നെ ലോകേശനെന്ന് അഭിമാനിക്കുന്നവരുടെ മാനം വിധന്വൻ ദൂരീകരിക്കുന്നതിനാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനാണ് എല്ലാം എന്ന് അഹങ്കരിക്കുന്ന എന്നെ പോലുള്ളവരുടെ ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ അങ്ങ് ജഗത്തുക്കൾക്ക് പിതാവായും ഗുരുവായും എല്ലാത്തിനും അധീശനുമായിട്ട് ഇവിടെ അവതാരങ്ങളെടുത്ത് ലീലകൾ ആടുന്നു. പിതാ ഗുരുസ്തം ജഗതാമധീശോ ദുരത്യയാ കാല ഉപാത്തദണ്ഡ ഹിതായ സേച തനുഭി സമീഹസേ മാനം വിധുന്നൻ ജഗദീശമാനിനാം. ഇപ്പൊ വിധന്നൻ എന്ന് അന്വയിക്കുമ്പോൾ വിധന്നൻ എന്ന് വരും, ഉടനെ എൻ എന്ന് വരും. ശ്ലോകം 7. ഏ മദ്വിധാജ്ഞ ജഗദീശമാനിന സ്തോം വീക്ഷകാലേ അഭയമാശു തന്മയതം ഹിത്വാരിമാർഗം പ്രഭജന്ത്യ അപസ്മയ ഇഹ ഖലാനാമപി തേനു ശാസനം. ഏ മദ്വിധാജ്ഞ ജഗദീശമാനിനഃ ത്വാം വീക്ഷ്യ കാലേ അഭയം ആശു തന്മദം ഹിത്വാ ആര്യമാർഗം പ്രഭജന്തി അപസ്മയ ഈഹ ഖലാനാം അപി തേ അനുശാസനം. യാതൊരു മദ്വിധാജ്ഞ എന്നെപ്പോലെ അറിവില്ലാത്ത ജഗദീശമാനിന താൻ തന്നെ ഈശ്വരനെന്ന് അഭിമാനിച്ചിരിക്കുന്നവൻ കാലേ ഭയകാലത്തിങ്കൽ അഭയം ഭയരഹിതനായിരിക്കുന്ന ത്വാം അങ്ങയെ വീക്ഷിച്ചിട്ട്. ഇന്ദ്രൻ പറയാണ്, എന്നെപ്പോലെ അറിവില്ലാത്ത ജഗദീശമാനികൾ, ഞാൻ തന്നെ ഈശ്വരനെന്ന് അഭിമാനിക്കുന്നവർ കാലേ ഭയകാലത്തിങ്കൽ അഭയം ഭയരഹിതനായിരിക്കുന്ന അങ്ങയെ വീക്ഷ്യ കണ്ടിട്ട് തന്മതം മതത്തെ അഹങ്കാരത്തെ ആശു വേഗത്തിൽ ഹിത്വ ഉപേക്ഷിച്ചിട്ട് അപസ്മയ പൊയ്പോയ ഗർവത്തോടു കൂടിയവരായി മതം അഹങ്കാരം നശിച്ചിട്ട് ആര്യമാർഗം സത്തുക്കളുടെ വഴിയെ പ്രഭജന്തി അനുവർത്തിക്കുന്നു. അതഹ ഇത് ഹേതുവായിട്ട് തേ അങ്ങയുടെ ഈഹ ലീല ഖലാനാം അപി ദുഷ്ടന്മാർക്ക് കൂടി അനുശാസനം ശിക്ഷയായി ഭവിക്കുന്നു. അപ്പോൾ അങ്ങ് എന്നെപ്പോലെ അറിവില്ലാത്തവരുടെ ഈ അഹങ്കാരത്തെ നശിപ്പിച്ചിട്ട് സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശിക്ഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ്
അങ്ങ് ചെയ്യുന്നത്. ഏ മദ്വിധാച്ച ജഗദീശമാനിന സ്വാം വീക്ഷകാലേ അഭയമാശു തന്മദം ഹിത്വാര്യമാർഗം പ്രഭജന്തി അപസ്മയാ ഈഹ കലാനാമഭിതേനു ശാസനം. ശ്ലോകം 8. സത്വം മമൈശ്വര്യമതപ്ലുതസ്യ കൃതാകസസ്തേ അവിദുഷപ്രഭാവം ചന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭൂ മതിരീശമേ അസതി സഹാത്വം മമ ഐശ്വര്യമതപ്ലുതസ്യ കൃതാകസഃ തേ അവിദുഷഃ പ്രഭാവം ക്ഷന്തും പ്രഭോ അഥ അർഹസി മൂഢചേതസഃ മ ഏവം പുനഃ ഭൂത് മതിഹി ഈശ മേ അസതി. പ്രഭോ, എന്തും ചെയ്യാൻ സമർത്ഥനായുള്ളവനെ, തേ നിന്തിരുവടിയുടെ പ്രഭാവത്തെ അവിദുഷഃ അറിയാത്തവനും ഐശ്വര്യമതപ്ലുതസ്യ ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചവനും മൂഢചേതസ ദുർബുദ്ധിയോട് കൂടിയവനും കൃതാകസ അപരാധം ചെയ്യപ്പെട്ടവനുമായിരിക്കുന്ന മമ എൻ്റെ അപരാധത്തെ ക്ഷമിക്കാനായിക്കൊണ്ട് സഹത്വം ആ സർവേശ്വരനായ അങ്ങ് അർഹസി യോഗ്യനായി ഭവിക്കുന്നു. അപ്പം ഞാൻ അറിവില്ലാത്തവനാണ്, ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചവനാണ്, ഞാൻ ചെയ്ത അപരാധത്തെ അങ്ങ് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അല്ലയോ ഈശ്വര, അത് അനന്തരം മേ എനിക്ക് ഏവം ഇപ്രകാരം അസതി ദുഷ്ടയായ മതിഹി ബുദ്ധി പുനഃ വീണ്ടും മാഭൂത് ഭവിക്കരുത്. അപ്പോൾ എനിക്ക് മേലിലെങ്കിലും ഈ ദുർബുദ്ധി ഇനി എനിക്ക് തോന്നരുതേ. ഞാൻ ചെയ്ത അപരാധത്തെ അങ്ങ് ക്ഷമിക്കണം. സത്വം മമൈശ്വര്യമതപ്ലുതസ്യ കൃതാഹസസ്തേ അവിദുഷപ്രഭാവം ചന്തും പ്രഭോ അഥാർഹസി മൂഢചേതസോ മൈവം പുനർഭൂത് മതിരീശ മേ സതി. ശ്ലോകം 9. തവാവതാരോയം അധോക്ഷജേഹ സ്വയംഭരാണാം ഉരുഭാരജന്മനാം ചമൂപദീനാം അഭവായ ദേവ ഭവായ യുഷ്മത് ചരണാനുവർത്തിന. തവ അവതാരഃ അയം അധോക്ഷജ ഇഹ. ഹേ അധോക്ഷജ, അല്ലയോ അധോക്ഷജ, ഇന്ദ്രിയങ്ങളുടെ അധിപതിയായുള്ളവനെ അല്ലെങ്കിൽ സർവജ്ഞ, ഇഹ ഈ ലോകത്തിൽ തവ അങ്ങയുടെ അയം അവതാരക ഈ അവതാരം സ്വയംഭരാണാം തൻ്റെ പ്രാണനെ മാത്രം പോഷിപ്പിക്കുന്നതും ഉരുഭാര ജന്മന അതിഭാരത്തെ ജനിപ്പിക്കുന്നവരുമായ ചമൂപദീനാം രാജാക്കന്മാരുടെ അഭവായ നാശത്തിനായിക്കൊണ്ടും. അങ്ങയുടെ അവതാരം എന്തിനാണ്? ഉദരപൂരണം മാത്രം ചെയ്ത് പ്രാണനെ പോഷിപ്പിക്കുന്നവരും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നവരും ഭൂമിക്ക് ഭാരമായി ഭവിച്ചവരുമായ രാജാക്കന്മാരുടെ ഉന്മൂലനാശനത്തിനായാണ്. യുസ്മസ് ചരണാനുവർത്തിന അങ്ങയുടെ ചരണാരവിന്ദത്തെ സേവിക്കുന്ന ഭക്തന്മാർക്ക് ഭവായ ക്ഷേമത്തിനായിക്കൊണ്ടും ദേവ, അല്ലയോ ദേവ, ഭവിക്കുന്നു. അപ്പോൾ അങ്ങയുടെ അവതാര ഉദ്ദേശം എന്താണ്? പരിത്രാണായ സാധൂനാം സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനും വിനാശായ ച ദുഷ്കൃതാം ദുർജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമാണ്. തപാവതാരോയം അധോക്ഷജേഹ സ്വയംഭരാണാം ഉരുഭാരജന്മനാം ചമൂപദീനാം അഭവായ ദേവ ഭവായ യുഷ്മചരണാനുവർത്തിനാം. ശ്ലോകം 10. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാംപതയേ നമ. ഭഗവാനെ നമസ്കരിക്കുകയാണ്. നമസ്തുഭ്യം, അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് തുഭ്യം നമ, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ആരാണ്? ഭഗവതേ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങളുള്ളതാണ്. ഷഡ്ഗുണങ്ങൾ ഉള്ള അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് ആരാണ്? പുരുഷായ, പുരിയിൽ
വസിക്കുന്നവൻ, സർവ അന്തര്യാമിയായും മഹാത്മനെ അപരിച്ഛിന്നനായും വാസുദേവായ വസുദേവപുത്രനായും അല്ലെങ്കിൽ എങ്ങും നിറഞ്ഞിരിക്കുന്നവനായും കൃഷ്ണനായും സദാനന്ദ രൂപനായും സാത്വതാംപതയെ യാദവന്മാരുടെ നാഥനായും രക്ഷിതാവായും ഇരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് നമസ്കാരം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാംപതയെ നമഃ. ശ്ലോകം 11. സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയെ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനെ നമഃ. സ്വച്ഛന്ത ഉപാത്തദേഹായ, സ്വച്ഛന്ത എന്ന് വെച്ചാൽ സ്വേച്ഛയാൽ, ഭഗവാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഭഗവാൻ ദേഹമെടുക്കുന്നത്. സ്വേച്ഛയാൽ സ്വീകരിച്ച ദേഹത്തോടു കൂടിയവനും വിശുദ്ധ ജ്ഞാനമൂർത്തയെ പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ മൂർത്തിയോടുകൂടിയവനും സർവസ്മൈ വിശ്വരൂപനായും സർവബീജായ സർവത്തിനും ആദികാരണനായും സർവഭൂതാത്മനെ സർവഭൂതങ്ങളുടെ ആത്മാവുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയെ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനെ നമഃ. ശ്ലോകം 12. മയേദം ഭഗവൻ ഗോഷ്ടനാശായ ആസാര വായുഭിഃ ചേഷ്ടിതം വിഹിതേ യജ്ഞേ മാനിനാ തീവ്രമന്യുന. മയ ഇദം ഭഗവൻ ഗോഷ്ടനാശായ ആസാര വായുഭിഃ. ഭഗവൻ അല്ലയോ ഭഗവാനെ, ആസാര വായുഭിഃ മഴയാലും കാറ്റിനാലും, ആസാരം വെച്ചാൽ മഴ, ഗോഷ്ടനാശായ ഗോകുലത്തിൻ്റെ നാശനത്തിനായിക്കൊണ്ട് യജ്ഞേ യാഗം വിഹതേ സതി നശിപ്പിക്കപ്പെട്ടിരിക്കും വിഷയത്തിൽ മാനിന ജഗദീശ മാനിയായും തീവ്രമന്യുന കഠിന ക്രോധത്തോടു കൂടിയവനുമായ മയ എന്നാൽ ഇതം ചേഷ്ടിതം ഈ കാര്യം അകൃതം ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങ് യാഗം മുടക്കിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ വർദ്ധിച്ച കോപത്തോടു കൂടിയാണ് ഞാൻ അതികഠിനമായി മഴയും കാറ്റുമൊക്കെ വിട്ടത്. അത് ക്ഷമിക്കത്തക്ക തെറ്റല്ല. എൻ്റെ ഈ അപരാധത്തെ അങ്ങ് ക്ഷമിക്കണം. അപ്പോൾ ഇന്ദ്രപട്ടം കിട്ടിയിട്ടും ആ ഇന്ദ്രൻ്റെ അവസ്ഥ നോക്കിക്കോണം. ഇതുപോലെയാണ് എല്ലാ പേർക്കും അല്ലേ. ഐശ്വര്യം വന്നുകൂടുമ്പോൾ അഹങ്കാരമുണ്ടാവും, ഈശ്വരനെ പോലും നിന്ദിക്കാൻ തോന്നും. അതാണ് മയേദം ഭഗവൻ ഗോഷ്ടനാശായ ആസാരവായുഭിഃ ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിനാ തീവ്രമന്യുന. ശ്ലോകം 13. ത്വയേഷ അനുഗ്രഹീതോസ്മി ത്വസ്തസ്തംഭോ വൃഥോദ്യമ ഈശ്വരം ഗുരുമാത്മാനം ത്വാമഹം ശരണം ഗതഃ. ത്വയ ഈശ അനുഗ്രഹീതഃ അസ്മി ത്വസ്തസ്തംഭഃ വൃഥോദ്യമഃ ഈശ്വരം ഗുരും ആത്മാനം ത്വാം അഹം ശരണം ഗതഃ. ഈശ അല്ലയോ ഈശ്വര, ത്വസ്തസ്തംഭഃ നശിപ്പിക്കപ്പെട്ട അഹങ്കാരത്തോടു കൂടിയവനും വൃഥോദ്യമ വ്യർത്ഥമായ പരിശ്രമത്തോടു കൂടിയവനുമായ അഹം ഞാൻ ത്വയ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി. അപ്പം എൻ്റെ അഹങ്കാരം, ഇപ്പോൾ എൻ്റെ അഹങ്കാരമെല്ലാം നശിച്ചു. അപ്പോൾ അങ്ങനെ അനുഗ്രഹിച്ചു. അങ്ങനെയുള്ള ഞാൻ ഈശ്വരനായും ഗുരുവായും ആത്മാനം പരമാത്മാവായും ഇരിക്കുന്ന ത്വാം അങ്ങയെ ശരണം ഗത ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അഹങ്കാരം നശിച്ച ഇന്ദ്രൻ ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ത്വയേശാനുഗ്രഹീതോസ്മി ത്വസ്തസ്തംഭോ വൃഥോദ്യമ ഈശ്വരം ഗുരുമാത്മാനം ത്വാമഹം ശരണം ഗത. ശ്രീശുകവാച. ശ്ലോകം 14. ഏവം സങ്കീർത്തിത കൃഷ്ണോ മഖോന ഭഗവാനമും മേഘഗംഭീരയാ വാച പ്രഹസൻ ഇദം അബ്രവീത്. ഏവം സങ്കീർത്തിതഃ കൃഷ്ണഃ മഖോന ഭഗവാൻ അമും. മഖോന ദേവേന്ദ്രനാൽ ഏവം ഇപ്രകാരം സങ്കീർത്തിത സ്തുതിക്കപ്പെട്ട, അതായത് 13ാമത്തെ ശ്ലോകം വരെ ഇന്ദ്രൻ്റെ സ്തുതിയായിരുന്നു.
അങ്ങനെ സ്തുതിക്കപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ മേഘഗംഭീര, മേഘം പോലെ ഗംഭീരമായിരിക്കുന്ന വാച, വാക്കുകൊണ്ട് അമും ഇവനോട് പ്രഹസൻ ചിരിച്ചുകൊണ്ട് ഇതിനെ അബ്രവീത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്തുതിക്കപ്പെട്ട ഇന്ദ്രനോട് മേഘഗംഭീരമായ വാക്കാൽ ഭഗവാൻ ഇപ്രകാരം പറയുകയാണ്. ശ്രീശുകവാച ഏവം സങ്കീർത്തിത കൃഷ്ണോ മഖോന ഭഗവാനമും മേഘഗംഭീരയാ വാച പ്രഹസന്നിതം അബ്രവീത്. ശ്രീ ഭഗവാൻ വാച. ശ്ലോകം 15. മയാ തേ അകാരി മഖവൻ മഖഭംഗോ അനുഗൃഹ്ണത മദനുസ്മൃതയേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാഭൃശം. മയാ തേ അകാരി മഖവൻ മഖഭംഗ അനുഗൃഹ്ണത. ഹേ മഖവൻ, അല്ലയോ ദേവേന്ദ്ര, അനുഗൃഹ്ണത അനുഗ്രഹിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടിയ മയ എന്നാൽ ഇന്ദ്രശ്രീ കൊണ്ട് ഭൃശം ഏറ്റവും നിത്യം ഇപ്പോഴും മത്തനായിരിക്കുന്ന തേ അങ്ങേക്ക് മദനുസ്മൃതയെ എന്നിൽ വിചാരം വരുവാനായിട്ട് മഖഭംഗ യാഗവിഘ്നം അകാരി ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങയ്ക്ക് അഹങ്കാരമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങയുടെ ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യൂ, യാഗത്തെ തടസ്സപ്പെടുത്തി. യാഗവിഘ്നം അകാരി, മഖഭംഗ അകാരി, യാഗവിഘ്നം ചെയ്തു. ശ്രീ ഭഗവാൻ വാച മയാ തേ അകാരി മഖവൻ മഖഭംഗോ അനുഗൃഹ്ണത മദനുസ്മൃതയേ നിത്യം മത്തസ്യ ഇന്ദ്രശ്രിയാഭൃശം. ശ്ലോകം 16. മാമൈശ്വര്യ ശ്രീമദാന്തോ ദണ്ഡപാണിം ന പശ്യതി തം ഭ്രംശയാമി സമ്പദ്ഭ്യോ യസ്യ ചേച്ഛാമ്യനുഗ്രഹം. മാം ഐശ്വര്യ ശ്രീമദാന്ത, ഐശ്വര്യം കൊണ്ടും അധികാരബലം കൊണ്ടും മതത്താൽ കണ്ണു കാണാത്തവൻ, ദണ്ഡപാണി ദണ്ഡധരനായ മാം എന്നെ ന പശ്യതി കാണുന്നില്ല. അപ്പോൾ ഐശ്വര്യവും സമ്പത്തുമൊക്കെ കുമിഞ്ഞു കൂടുമ്പോൾ, അഹങ്കാരം വർദ്ധിക്കുമ്പോൾ ആ എന്നെ കാണുന്നില്ല. ഇതുപോലെ തന്നെ ഇത് ലോകത്തിൻ്റെ രീതിയാണല്ലേ. ധനം കൂടുമ്പോൾ ഭഗവാനെ പോലും മറന്ന് പല പ്രവൃത്തികളും ചെയ്യുന്നു. യസ്യ യാതൊരുത്തൻ്റെ അനുഗ്രഹത്തെ ഇച്ഛാമിച്ച ഞാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നുവോ തം അവനെ സമ്പത്തുക്കളിൽ നിന്ന് ഭ്രംശിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ മതം കൊണ്ട് കണ്ണു കാണാത്ത നിന്നെ ഞാൻ എന്തു ചെയ്തു, ഈ സമ്പത്തുകളെ, മതത്തിന് ഹേതുവായ സമ്പത്തുകളെ ഞാൻ നശിപ്പിക്കും. സമ്പത്ത് കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ആ സമ്പത്തിനെ നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ പറയുന്നവരെ, ആ ധനത്തെ അപഹരിക്കുമെന്ന തെറ്റായ ധാരണ ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ സമ്പത്തിനെ നശിപ്പിക്കും, അവൻ എന്നെ ഭജിക്കാൻ തുടങ്ങും. അപ്പം മതിക്കുന്നവൻ്റെ ധനത്തെ മാത്രമല്ലാതെ വിവേകികൾക്ക് ധർമ്മസാധനമായിരിക്കുന്ന ആ ധനത്തെ അപഹരിക്കുമെന്ന തെറ്റായ ധാരണ ആർക്കും ഉണ്ടാകാതിരിക്കാനാണ് ഈ വിശേഷണം ഇവിടെ പറഞ്ഞത്. മാമൈശ്വര്യ ശ്രീമദാന്തോ ദണ്ഡപാണിം ന പശ്യതി തം ഭ്രംശയാമി സമ്പദ്ഭ്യോ യസ്യ ചേച്ഛാമ്യനുഗ്രഹം. ശ്ലോകം 17. ഗമ്യതാം ശക്രഭദ്രം വാ ക്രിയതാമേനുശാസനം സ്ഥീയതാം സ്വാധികാരേഷു യുക്തൈർവാ സ്തംഭവർജിതൈഃ. ഗമ്യതാം ശക്ര, ഹേ ഇന്ദ്ര, ശക്ര, ഗമ്യതാം പോയിക്കൊള്ളുക, വഹ നിങ്ങൾക്ക് ഭദ്രം ക്ഷേമം, മേ എൻ്റെ അനുശാസനം കൽപ്പന, ക്രിയതാം അനുഷ്ഠിക്കണം. അപ്പോൾ ഇന്ദ്ര നീ പൊയ്ക്കൊള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കണം. സ്തംഭവർജിതൈ അഹങ്കാരത്തെ ഉപേക്ഷിച്ച് യുക്തമായി വഹ നിങ്ങളാൽ സ്വാധികാരേഷു സ്വന്തം അധികാരങ്ങൾ സ്ഥിതി ചെയ്യണം. അപ്പം നീ ഇനി നിനക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അഹങ്കാരത്തെ ഉപേക്ഷിച്ച് സാവധാനം നിങ്ങളെല്ലാവരും അവരുടെ അധികാരം വേണ്ട വിധം സംരക്ഷിക്കുക എന്നുള്ള എൻ്റെ ആജ്ഞയെ തെറ്റാതെ നടത്തുക. നിങ്ങൾക്കെല്ലാവർക്കും സൗഖ്യം ഉണ്ടാകട്ടെ.
അപ്പോൾ പരമാത്മാവിനെ മറന്നാൽ അധോഗതിയും സ്ഥാനഭ്രംശവും കഷ്ടവും സംഭവിക്കുമെന്ന് മറക്കാതെ ഇരിക്കണം. ദുരഹങ്കാരികളെ ഭഗവാൻ ശിക്ഷിക്കും. ശിക്ഷിച്ച് അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ മതത്തെ ഞാൻ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നു. അപ്പം മതം ഐശ്വര്യം കൂടുമ്പോൾ ഭഗവാനെ മറക്കരുത്. ഇത് കാര്യം ഓർമ്മ വേണം. ഗമ്യതാം ശക്രഭദ്രം വാ ക്രിയതാമേനുശാസനം സ്ഥീയതാം സ്വാധികാരേഷു യുക്തേർവാസ്തംഭവർജിതൈ. ശ്ലോകം 18. അഥാഹസുരഭി കൃഷ്ണം അഭിവന്ദ്യ മനസ്സിനി സ്വസന്താനൈറുപാമന്ത്രിയ ഗോപരൂപിണം ഈശ്വരം. അഥ ആഹ സുരഭിഹി. അപ്പോൾ ഇന്ദ്രൻ തനിച്ചല്ല വന്നത്, ഐരാവതമുണ്ട്, സുരഭി കാമധേനുണ്ട്. അനന്തരം മനസ്സിനി ശോഭനമായ മനസ്സോടുകൂടിയ സുരഭിഹി, സുരഭി കാമധേനു ഗോപരൂപിണം ഗോപവേഷത്തെ ധരിച്ചും ഈശ്വരം എന്തും ചെയ്യാൻ സമർത്ഥനുമായിരിക്കുന്ന കൃഷ്ണനെ സ്വസന്താനൈ തൻ്റെ സന്താനങ്ങളോടുകൂടി ഉപാമന്ത്രിയ സമീപത്ത് ചെന്ന്, അതായത് കാമധേനുവിൻ്റെ മക്കളാണല്ലോ ഈ പശുക്കളെല്ലാം, അപ്പോൾ പശുക്കളോടുകൂടി അഭിവന്ദ്യ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് അഭിവന്ദിച്ചിട്ട് ഗോകുലത്തിലുള്ള പശുക്കളോടുകൂടി കാമധേനു കൃഷ്ണൻ്റെ സമീപത്ത് വന്ന് കൃഷ്ണനെ നമസ്കരിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്. അഥാഹസുരഭി കൃഷ്ണം അഭിവന്ദ്യ മനസ്സിനി സ്വസന്താന മന്ത്രിയ ഗോപരൂപിണമീശ്വരം. ശ്ലോകം 19. സുരഭിവാച കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാവയമച്യുത. അപ്പോൾ വിളിക്കുകയാണ്, കൃഷ്ണ കൃഷ്ണ, അല്ലയോ ലോകത്തിൻ്റെ നാഥനായിട്ടുള്ളവനെ, മഹായോഗിൻ മഹായോഗിയായിട്ടുള്ളവനെ, വിശ്വാത്മൻ വിശ്വത്തിൻ്റെ ആത്മാവായിട്ടുള്ളവനെ, വിശ്വസംഭവ ലോകത്തെ സൃഷ്ടിക്കാൻ നിമിത്ത കാരണമായിട്ടുള്ളവനെ, ഭവത ലോകനാഥേന ലോകത്തിൻ്റെ നാഥനായ ഭവത അങ്ങയാൽ വയം ഞങ്ങൾ സനാഥ നാഥന് ഉള്ളവരായി ഭവിച്ചു. അപ്പം അങ്ങ് ലോകത്തിൻ്റെ നാഥനാണ്. അപ്പോൾ ഇന്ദ്രൻ ഞങ്ങളെ സംഹരിക്കാൻ ഭാവിച്ചു, അതായത് പശുക്കളെയെല്ലാം ഇല്ലാതാക്കാൻ ഭാവിച്ചില്ലേ. അപ്പം അങ്ങ് ഞങ്ങളെല്ലാം സംരക്ഷിച്ചു, ഞങ്ങൾക്ക് നാഥനുള്ളവനായി ഭവിച്ചു. അപ്പോൾ ഇന്ദ്രൻ നിൽക്കുകയാണ്. കാമധേനു എന്ന് പറയുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്ന് വന്ന പശുവാണ്, സ്വർഗത്തിൽ ഉള്ളതാണ്. കാമധേനു എന്ന് പറഞ്ഞാൽ കാമങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും. എന്ത് പറഞ്ഞാലും അത് അപ്പോൾ നൽകുന്ന പശുവാണ് കാമധേനു. അപ്പോൾ ഇന്ദ്രൻ നിൽക്കുക തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സുരഭിർവാച കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സാനാഥ വയമച്യുത. ശ്ലോകം 20. ത്വം ന പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗത്പദേ ഭവായ ഭവ ഗോ വിപ്ര ദേവാനാമേ ച സാധവ. ജഗത്പദേ ലോകത്തിൻ്റെ ജഗത്തിൻ്റെ നാഥനായുള്ളവനെ, ത്വം അങ്ങ് ഞഹ ഞങ്ങളുടെ പരമകം സർവോത്കൃഷ്ടമായ ദൈവം ദൈവമാണ്. ഏ സാധവ സാധുക്കളായവർ എവരോ ഗോ വിപ്ര ദേവാനാം പശുക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും ഭവായ അഭ്യുദയത്തിനായിക്കൊണ്ട് ത്വം അങ്ങ് നഹ ഞങ്ങളുടെ ഇന്ദ്രഹ ഇന്ദ്രനായിട്ട് ഭവിച്ചാലും. അപ്പോൾ സ്വർഗത്തിലെ ഇന്ദ്രൻ വേറെയുണ്ട്, പക്ഷെ അങ്ങ് സാധുക്കളുടെയും പശുക്കളുടെയും ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും ഇന്ദ്രനായി ഭവിക്കുക, അവരുടെ നന്മയ്ക്കായി അങ്ങ് ഇന്ദ്രനായി ഭവിക്കുക എന്ന് സുരഭി പറയുകയാണ്. കാമധേനു ത്വം ന പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗത്പദേ ഭവായ ഭവ ഗോ വിപ്ര ദേവാനാമേ ച സാധവ. ശ്ലോകം 21. ഇന്ദ്രം ന സ്ത്വ അഭിഷേക്ഷ്യാമോ ബ്രഹ്മണ നോദിതാഭയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർ ഭാരാപ അപനുത്തമേ. ഇന്ദ്രം നഹ ത്വ അഭിഷേക്ഷ്യാമഃ ബ്രഹ്മണ നോദിതാഹ വയം
അവതീർണ അസി വിശ്വാത്മൻ ഭൂമേഹ ഭാര അപനുത്തതേ അപനുത്തയേ ബ്രഹ്മാവിനാൽ നോദിത പ്രേരിപ്പിക്കപ്പെട്ട വയം ഞങ്ങൾ നഖ ഞങ്ങളുടെ ഇന്ദ്രനായിട്ട് അങ്ങയെ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്ദ്രനായിട്ട് ഞങ്ങളിതാ അങ്ങയെ അഭിഷേകം ചെയ്യുന്നു എന്ന് കാമധേനു പറയാണ്. വിശ്വാത്മൻ ലോകത്തിൻ്റെ ആത്മാവായുള്ളവനെ ഭൂമിയുടെ ഭാര അപനുത്തയെ ഭാരത്തെ തീർക്കാനായിക്കൊണ്ട് അവതരിച്ചവനായിട്ട് ഭവിക്കുന്നു. അങ്ങ് ഭൂമിയുടെ ഭാരത്തെ തീർക്കാനായിക്കൊണ്ട് അവതരിച്ച ദേവദേവൻ തന്നെയാണ്. ദേവേന്ദ്രനെയും കൂടെയുള്ള ദേവന്മാരെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. എല്ലാ പേർക്കും ദേവേന്ദ്രന് കൂടി അങ്ങ് ഇന്ദ്രനാണ്. ഇനി ഞങ്ങളുടെ ഇന്ദ്രൻ, ഇന്നു മുതൽ ഞങ്ങൾക്ക് ഇന്ദ്രൻ അങ്ങാണ്. ഇന്ദ്രം നസ്ത്വ അഭിഷേക്ഷ്യാമോ ബ്രഹ്മണാനോദിതാവയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർ ഭാര അപനുത്തയേ. ശ്ലോകം 22, 23 കൂടെ ഒന്നിച്ച് പറയണം. രണ്ടിലും കൂടെയാണ് അർത്ഥം ഒന്നിച്ച് വരുന്നത്. ശ്രീശുകവാച ഏവം കൃഷ്ണ ഉവാമന്ത്ര്യ സുരഭിപയസാത്മനഃ ജലൈരാകാശഗംഗായ ഐരാവത കരോധൃതൈഃ ഇന്ദ്രസുരർഷഭിസാഗം നോദിതോ ദേവമാതൃഭിഃ അഭിഷിഞ്ചത ദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യതാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഏവം കൃഷ്ണം ഉപാമന്ത്രയ സുരഭിഃ പയസ ആത്മനഃ. സുരഭി കാമധേനു ഏവം ഇപ്രകാരം കൃഷ്ണനെ ഉപാമന്ത്രയ സംബോധന ചെയ്തിട്ട് ആത്മനഃ തൻ്റെ പയസ പാൽ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്തു. ഏവം ഉപാമന്ത്രിയ സുരഭിഃ പയസ ആത്മനഃ തൻ്റെ പാലുകൊണ്ട് തന്നെ കൃഷ്ണനെ അഭിഷേകം ചെയ്തു. പിന്നെയോ ജലൈർ ആകാശ ഗംഗായ ഐരാവത കരോധൃതൈഃ. ഐരാവതത്തിൻ്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന ഗംഗാജലം കൊണ്ട് ദേവമാതൃഭിഃ ദേവന്മാരുടെ അമ്മമാരാൽ നോദിത പ്രേരിപ്പിക്കപ്പെട്ട ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന ആ ഗംഗാജലം കൊണ്ടും ഭഗവാനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യതാത്. ഭഗവാനെ കൃഷ്ണനെ അഭിഷേകം ചെയ്തിട്ട് ഗോവിന്ദ ഇതി ഗോവിന്ദൻ എന്ന് അഭ്യതാപത് പേർ വിളിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഗോവിന്ദൻ ഗോക്കളുടെ പതി അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥമുണ്ട്, പശു എന്നർത്ഥമുണ്ട്, ഭൂമി എന്നർത്ഥമുണ്ട്, വേദം എന്നർത്ഥമുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും നാഥൻ ഗോവിന്ദ എന്ന് പേര് വിളിച്ചു. അപ്പോൾ സുരഭി കാമധേനു തൻ്റെ പാൽ കൊണ്ടും ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന ആകാശ ജലം കൊണ്ടും ഭഗവാനെ അഭിഷേകം ചെയ്ത് എല്ലാ പേരും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചു. ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിപയസാത്മന ജലൈരാകാശഗംഗായ ഐരാവത കരോധൃതൈഃ ഇന്ദ്രസുരർഷഭിസാഗം നോദിതോ ദേവമാതൃഭിഃ അഭ്യഷിഞ്ചത ദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യതാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്ലോകം 24. അഹമിന്ദ്രോ ഹി ദേവാനാം ത്വം ഗവാമിന്ദ്ര താം ഗതാ ഗോവിന്ദ ഇതി ലോകേ ത്വാം ദാസ്യന്തി ഭുവി മാനവാഃ.
അഹം ഞാൻ ദേവാനാം ദേവന്മാരുടെ ഇന്ദ്രനാകുന്നു. ദേവേന്ദ്രൻ പറയാണ് ഞാൻ ദേവന്മാരുടെ ഇന്ദ്രനാകുന്നു. ഹി അത് പ്രസിദ്ധമാണ്. ത്വം അങ്ങാവട്ടെ ലോകത്തിൽ ഗവാം ഗോക്കളുടെ ഇന്ദ്രതാം ഇന്ദ്രനാവുക എന്ന അവസ്ഥയെ ഗതഹ പ്രാപിച്ചിരിക്കുന്നു. അപ്പം അങ്ങ് ഗോക്കളുടെ ഇന്ദ്രൻ, ഞാൻ ദേവന്മാരുടെ ഇന്ദ്രനാണെങ്കിൽ അങ്ങ് ഗോക്കളുടെ ഇന്ദ്രനാവുക എന്ന ഭവിച്ചിരിക്കുന്നു. മാനവക മനുഷ്യന്മാർ ഭൂമിയിൽ ത്വാം അങ്ങയെ ഗോവിന്ദായിതി ഗോവിന്ദനെന്ന് ഗാസ്യന്തി ഗാനം ചെയ്യും. അപ്പോൾ ഞാൻ ദേവന്മാരുടെ ഇന്ദ്രനാണ്, അങ്ങ് ഗോക്കളുടെ ഇന്ദ്രനാണ്. അതിനാൽ ഭൂലോകത്തുള്ള മനുഷ്യർ അങ്ങയെ ഗോകുല പരിപാലകൻ എന്നർത്ഥമായ, അപ്പോൾ ഗോക്കളുടെ ഇന്ദ്രൻ, ഗോപന്മാരുടെ ഇന്ദ്രൻ, ഭൂമിയുടെ ദേവൻ, അപ്പോൾ ലോകത്തെ മുഴുവൻ രക്ഷിച്ചവനാണ്, ഭൂമിയെ രക്ഷിച്ചവനാണ്. അപ്പം അങ്ങനെ അതുപോലെ വേദത്തെ രക്ഷിച്ചവനാണ്, അറിവിനെ രക്ഷിച്ചവനാണ്. ഇതെങ്ങനെ എല്ലാം പറയാം. ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോക്ക് ഇതെല്ലാം അർത്ഥമുണ്ട്. ഇവിടെ ഗോകുലം എന്ന പദം സമസ്ത ജീവജാലങ്ങളെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഗോകുലത്തെ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ സമസ്ത ജീവജാലങ്ങളെയും രക്ഷിച്ചവൻ, അതായത് ഭൂമിയെ മൊത്തം. ഗോവിന്ദൻ. അഹമിന്ദ്രോ ഹി ദേവാനാം ത്വം ഗവാമിന്ദ്ര താം ഗതാ ഗോവിന്ദ ഇതി ലോകേ ത്വാം ഗാസ്യന്തി ഭുവി മാനവാഃ. ശ്ലോകം 25. തത്രാഗതസ്തുംബുരു നാരദാദയോ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ ജഗുര്യശോ ലോക മലാപഹം ഹരേ സുരാംഗനാസം നനുദുർമുദാനിതാഃ. തത്ര ആഗത തുംബുരു നാരദ ആദയഃ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ ജഗുഹു യശഃ ലോകമലാപഹം ഹരേഹ സുരാംഗനാഃ സം നനുർദുഹു മുദാനിതാഃ. തത്ര അവിടെ ആഗത വന്നവരായ, അവിടെ എല്ലാവരും എത്തി. ഭഗവാനെ അഭിഷേകം ചെയ്തപ്പോൾ, കാമധേനു അഭിഷേകം ചെയ്തപ്പോൾ എല്ലാവരും അവിടെ എത്തി. തുംബുരു നാരദ, തുംബുരു നാരദൻ തുടങ്ങിയ മഹർഷിമാരും ഗന്ധർവ വിദ്യാധര സിദ്ധന്മാർ ചാരണന്മാർ എന്നിവരും ഹരേഹെ കൃഷ്ണന്റെ ലോകമലാപകം ലോകത്തിലെ പാപത്തെ ഹരിക്കുന്നതായ യശക കീർത്തിയെക്കുറിച്ച് ജഗു പാടി. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിരുന്ന എല്ലാവരും ഭഗവാന്റെ ആ പാപത്തെ, ലോകത്തിൻ്റെ പാപത്തെ നശിപ്പിക്കുന്ന ഭഗവാന്റെ കീർത്തിയെ ഗാനം ചെയ്തു. സുരാംഗന ദേവസ്ത്രീകൾ മുത അന്യത സന്തോഷത്തോടു കൂടിയവരായി നനുർത്തു നൃത്തം ചെയ്തു. അപ്പോൾ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. തത്രാഗതാസ്തുംബുരു നാരദാദയ ആദയോ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ ജഗുര്യശോ ലോകമലാപകം ഹരേ സുരാംഗനാസം നനുർദുർമുദാനിതാഃ. ശ്ലോകം 26. തം തുഷ്ടുപുർദേവ നികായ കേതവോ വ്യവാകിരൻ ചാത്ഭുത പുഷ്പവൃഷ്ടിഭി ലോകാപരാം നിർവൃതിം ആപ്നുവം സ്ത്രയോ ഗാവസ്തദാഗാം അനയൻ പയോദ്രുതാം. തം തുഷ്ടുവുഹു ദേവ നികായ കേതവഃ വ്യവാകിരൻ ച അത്ഭുത പുഷ്പവൃഷ്ടിഭിഃ ലോകാഃ പരാം നിർവൃതിം ആപ്നുവൻ ത്രയഃ ഗാവഃ തദാ ഗാം അനയൻ പയോദ്രുതാം. തം തുഷ്ടുവു ദേവനികായ കേതവ സ്വർഗവാസികളിൽ മുഖ്യന്മാരായ ദേവന്മാർ തം അവനെ തുഷ്ടുവു അവനെ ഭഗവാനെ സ്തോത്രം ചെയ്തു. അത്ഭുത പുഷ്പവൃഷ്ടിഭി അത്ഭുതങ്ങളാകുന്ന പുഷ്പവൃഷ്ടികൾ, അതായത് ദേവലോകത്തെ കൽപ്പവൃക്ഷ പൂക്കൾ കൊണ്ട് വർഷിച്ചു. വ്യാകിരൻ ആ അത്ഭുത പൂക്കളെ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി. ത്രയഹ ലോകാക 3 ലോകത്തിലുള്ള ജനങ്ങൾ പരാം നിർവൃതി ഉത്കൃഷ്ടമായ സുഖത്തെ ആപ്നുവൻ പ്രാപിച്ചു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഗാവഹ പശുക്കൾ തഥാ അപ്പോൾ ഗാം ഭൂമിയെ പയോദ്രുതാമനയൻ പാൽ കൊണ്ട് അഭിഷേകം ചെയ്തു. പശുക്കൾക്ക് സന്തോഷമായപ്പോൾ അവർ സന്തോഷം എങ്ങനെ അറിയിച്ചു? പാൽ ചുരത്തി ഭൂമിയെ അഭിഷേകം ചെയ്തു.
അപ്പോൾ എല്ലാവർക്കും, ഭൂമിയിലുള്ള എല്ലാവർക്കും സന്തോഷമായി. തം ദുഷ്ടവോർദേവ നികായകേതവോ വ്യവാകിരൻ ചാത്ഭുത പുഷ്പവൃഷ്ടിഭി ലോകാപരം നിർവൃതിമാപ്നുവൻ സ്ത്രയോ ഗാവസ്തതാഗാമനയൻ പയോധൃതാം. ശ്ലോകം 27. നാനാരസൗഖാ സരിതോ വൃക്ഷ ആസൻ മധുസ്രവാഹ ആകൃഷ്ട ഔഷധയോ ഗിരയോ അഭിഭ്രത് ഉന്മണീൻ. നാനാരസൗഖ സരിതഃ വൃക്ഷ ആസൻ മധുസ്രവാഹ വൃക്ഷാः ആസൻ മധുസ്രവാഹ അകൃഷ്ട പച്യാः ഔഷധയः ഗിരയः അഭിഭ്രത് ഉന്മണി. സരിതഃ നദികൾ നാനാരസൗഖ, അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പം നദികൾ എന്ത് ചെയ്തു? നാനാരസൗഖ, നാനാരസങ്ങളാൽ ഒഴുകുന്നവയായി. നദികളിൽ പാല്, തേന് മുതലായ മധുദ്രവ്യങ്ങൾ ഒഴുകി. വൃക്ഷാഹ മരങ്ങളോ മധുസ്രവാഹ മധുസ്രവിക്കുന്നതായും. വൃക്ഷങ്ങൾ തേനൊലിക്കുന്ന ഫല പുഷ്പങ്ങൾ പ്രകാശിപ്പിച്ചു. ഓഷധയ സസ്യാദികൾ അകൃഷ്ടപച്യാഹ കർഷണം കൂടാതെ പാകം വന്നവയായും. അപ്പോൾ നെല്ല് മുതലായ സസ്യാദികൾ വേണ്ടും വിധം ഉഴവ് മുതലായ പ്രവൃത്തികൾ കൂടാതെ തന്നെ മുളച്ച് ഭംഗിയിൽ പ്രകാശിച്ചു. എല്ലാ സസ്യങ്ങളും അവയുടെ ഫലങ്ങളെയെല്ലാം പ്രകാശിപ്പിച്ചു സംഭവിച്ചു. അകൃഷ്ടപച്യാഹ എന്ന് പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം നെല്ലൊക്കെ പെട്ടെന്ന് തന്നെ അവ പഴുത്ത് പാകമായി, മുളച്ച് പഴുത്ത് ഭംഗിയിൽ പ്രകാശിച്ചു. ഗിരയ പർവ്വതങ്ങളോ ഉന്മണീൻ ഉള്ളിലുള്ള രത്നങ്ങളെ അഭിഭ്രത് പ്രകാശിപ്പിച്ചു. പർവ്വതങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന രത്നങ്ങളെ സന്തോഷത്തും കൊണ്ട് പുറത്തേക്ക് കാട്ടി. അങ്ങനെ സർവചരാചരങ്ങളിലും സന്തോഷമുണ്ടായി. അവയെല്ലാം ആ സന്തോഷം പുറത്ത് കാണിച്ചു. നാനാരസൗഖാ സരിതോ വൃക്ഷോ ആസൻ മധുസ്രവാഹ അകൃഷ്ട പച്ചൌഷധയോ ഗിരയോ അഭിഭ്രത് ഉന്മണീൻ. ശ്ലോകം 28. കൃഷ്ണേ അഭിഷിക്തേ ഏതാനി സത്വാനി കുരുനന്ദന നിർവൈരാണ്യ അഭവംസ്താത ക്രൂരാണ്യഭി നിസർഗതഃ. കൃഷ്ണേ അഭിഷിക്ത, അഭിഷിക്തേ എന്ന് വരും. ഏതാനി സത്വാനി കുരുനന്ദന നിർവൈരാണി അഭവൻ താത ക്രൂരാണി അപി നിസർഗതഃ. ഹേ കുരുനന്ദന, ഹേ താത, അല്ലയോ കുരുപുത്രനായ ബാല, കൃഷ്ണേ കൃഷ്ണൻ അഭിഷിക്തേ അഭിഷേകം ചെയ്ത സമയത്ത് നിസർഗത സ്വഭാവേന ക്രൂരാണി അഭി ക്രൂരജന്തുക്കൾ പോലും, അതായത് പാമ്പ് മുതലായ ക്രൂരജന്തുക്കൾ പോലും ഏതാനി സത്വാനി സർപ്പാദികളായ ഈ വക പ്രാണികൾ കൂടി നിർവൈരാണി വൈരമില്ലാത്തവയായി ആസംഭവിച്ചു. അപ്പോൾ എല്ലാവരും ലോകം മുഴുവൻ സന്തോഷിച്ചപ്പോൾ ആ ക്രൂരജന്തുക്കൾ പാമ്പുകൾ മുതലായവ പോലും അന്യോന്യം വൈരം വിട്ട് സ്നേഹമുള്ളവരായി ഭവിച്ചു. കൃഷ്ണേ അഭിഷിക്ത ഏതാനി സത്വാനി ഗുരുനന്ദന നിർവൈരാണ്യഭവൻ സ്ഥാത ക്രൂരാണ്യഭി നിസർഗത. ശ്ലോകം 29. ഇത് ഗോകുലപതിം ഗോവിന്ദം അഭിഷിച്യ സഹ അനുജ്ഞാതോ യയൗ ശക്രോ മൃദോ ദേവാദിഭിർദിവം. ഇത് ഗോകുലപതിം, ഇപ്രകാരം ഗോകുലപതി ഗോക്കളുടെയും ഗോകുലത്തിൻ്റെയും പതിയായ നാഥനായ ഗോവിന്ദം അഭിഷിച്ച, ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്തിട്ട് സഹശക്ര, ആ ദേവേന്ദ്രൻ ദേവാദിഭിഹി വൃത, ദേവന്മാരാൽ ചുറ്റപ്പെട്ടവരായി ദിവം സ്വർഗത്തെ
യയോ യാനം ചെയ്തു. അപ്പോൾ ഇപ്രകാരം ദേവേന്ദ്രൻ കൃഷ്ണനെ ഗോക്കളുടെയും ഗോകുലത്തിൻ്റെയും നാഥനായിരിക്കുന്ന എന്നർത്ഥമുള്ള ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്ത ശേഷം ഭഗവാനോട് യാത്രയും പറഞ്ഞ് സമ്മതം വാങ്ങി ദേവന്മാരോടുകൂടി സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഐശ്വര്യം കൂടുമ്പോൾ അഹങ്കാരമുണ്ടാകും, ഭഗവാനെ മറക്കും. അങ്ങനെ മറന്നാൽ നമുക്ക് ഉടനെ തന്നെ ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഐശ്വര്യമുണ്ടാകുമ്പോൾ അഹങ്കാരം കാണിക്കാതെ എപ്പോഴും ഈശ്വര സ്മരണ നിലനിർത്തുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ താമസ നിരോധന നിരൂപണേ ഗോവിന്ദാഭിഷേക നിരൂപണം നാമ സപ്തവിംശോധ്യായഃ സമാപ്തം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഒന്നൊരു കയ്യിലുയർത്തി ഭയമിന്ദ്രനുമുള്ളിൽ വളർത്തി ഗോപകുലത്തിനു മോദം അണച്ചൊരു ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ. ഹരി 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 സ്മരണ കരോ ഹരിചരണ കമല ധ്യാന കരോ മുരളി മാധവ സേവാ കരോ മുരഹര ഗിരിധാരി സ്മരണ കരോ മുരഹര ഗിരിധാരി സ്മരണ കരോ. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.